everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൈഫിൽ ഒരു റിജക്ഷൻ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അതിനെ ഡീൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. റിജക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം അല്ലെ. ഇപ്പോൾ ഒരു ജോബ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിൽ റിജക്ഷൻ നേരിട്ടിട്ടുണ്ടായിരിക്കാം. ഒരു ബിസിനസ് പ്രപ്പോസലുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ അതിന് ഒരു റിജക്ഷൻ നേരിട്ടിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ, ഒരു റിലേഷൻഷിപ്പിന്റെ കേസിൽ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് റിജക്ഷൻ നേരിട്ടിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നമ്മൾ റിജക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. സോ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനെ നമുക്ക് എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ അതെല്ലാം മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നോക്കാം. ഒന്നാമതായി, ഒരു റിജക്ഷൻ നേരിടുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് ആക്ഷൻ എടുക്കുന്നുണ്ട്. ആക്ഷൻ എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് റിജക്ഷൻ നേരിടേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് കിട്ടുന്നതൊക്കെ. അപ്പൊ കൃത്യമായി ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എനിക്ക് ഓക്കെ ആവുന്ന ഒരു കാര്യത്തിലേക്ക് മാത്രമേ ഞാൻ എടുത്ത് ചാടൂ, അല്ലെങ്കിൽ അതിലേക്ക് മാത്രമായിരിക്കും എൻ്റെ ആദ്യത്തെ മൂവ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് അവസരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് ഉപയോഗിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ടായിരിക്കും, അവരുമായിട്ട് ഇടപഴകുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതിലൊക്കെ നമുക്ക് ഒരുപാട് ലെസൺസ് ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ റോങ് ആയിട്ടുള്ളതും ശരിയായിട്ടുള്ള ആളുകളുമായിട്ട് മീറ്റ് ചെയ്യും, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ആളുകളുമായിട്ട് മീറ്റ് ചെയ്യും. ഓരോ ലെസൺസ്, ഓരോ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഇതിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് റൈറ്റ് എന്നുള്ളതിനെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ ഞാൻ റൈറ്റ് ചൂസ് ചെയ്യുള്ളൂ എന്നുള്ളത് നമുക്ക് ഉദ്ദേശിക്കാം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, നമുക്ക് അതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാം. പക്ഷേ ഒരു റോങ് ആയിട്ടുള്ള ഒരു പോയിന്റിലാണ് നമ്മൾ ആദ്യം ചെന്നുപെടുന്നത് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു മോശമായിട്ടുള്ളതോ അല്ലെങ്കിൽ അതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. അറ്റ്ലീസ്റ്റ് അവിടെ ആക്ഷൻ എടുത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു റിജക്ഷൻ ആദ്യമേ തന്നെ നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളത് എപ്പോഴും ഓർക്കുക. ദാറ്റ് മീൻസ് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ട് എന്നുള്ളത്. ഇനി റിജക്ഷൻ നേരിടുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എപ്പോഴാണ് റിജക്ഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കുക? യെസ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അതിന് വ്യക്തമായ ഒരു റീസൺ, കൺവിൻസിങ് ആയിട്ടുള്ള ഒരു കാരണം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ്, അതായത് അവർക്കും അവരുടെ ചോയ്സ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് അവിടെ തർക്കിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അത് വ്യക്തമായ ഒരു ജെന്യൂൻ ആയിട്ടുള്ള റീസൺ ആണ് അതിന് പുറകിലുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കുക, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ റിജക്ഷനെ നമുക്ക് അത്ര അധികം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാതെ വീണ്ടും നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, റിജക്ഷൻ നേരിടുമ്പോഴേക്കും നമ്മൾ ഡൗൺ ആയി പോകുന്നത് എപ്പോഴും അത് പേഴ്സണലി നമ്മൾ എടുക്കുന്നത് കൊണ്ടാണ്. അതായത് വ്യക്തിപരമായിട്ട് നമ്മൾ അത് എടുക്കുവാണ്. എന്നെ ആണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു കാര്യം കൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു മോശവശമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്രത്തോളം ലിമിറ്റേഷൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു റിജക്ഷൻ നേരിടുമ്പോഴേക്കും നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്താനും നമ്മുടെ ലിമിറ്റേഷൻസിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ അത് പേഴ്സണലി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ മീനിങ്. നേരെ മറിച്ച് ഓപ്പോസിറ്റ്, ഞാൻ നേരത്തെ രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തീർച്ചയായും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു ജെന്യൂൻ ആയിട്ടുള്ള റീസൺ ഉണ്ടെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും അത് പിന്നീട് നമ്മൾ പേഴ്സണലായി എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അവിടെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ റിജക്ഷനും നമ്മളിങ്ങനെ പേഴ്സണലി എടുക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് ആ ഒരു റിജക്ഷൻ നമുക്ക് നേരിടേണ്ടി വന്നത് തീർച്ചയായും നമ്മുടെ ഏതെങ്കിലും ഒരു ലിമിറ്റേഷൻ കാരണമാണെന്ന് വിചാരിക്കുക. ചിലപ്പോൾ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, നമുക്ക് വ്യക്തമായി സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവസരം നഷ്ടപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സ്കില്ല് നിലവിൽ ഉണ്ടായിരിക്കില്ല, നമ്മൾ ഒരുപാട് പഠിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഉണ്ടായിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്താണ് ലിമിറ്റേഷൻ എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് പേഴ്സണലി എടുക്കാതെ അത് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ റിജക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് അതിനെ ഹെൽത്തി ആയി ഡീൽ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, ഒരു റിജക്ഷൻ നേരിട്ട് ഒരു വാശി, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ തോൽപ്പിക്കുക എന്ന രീതിയിലാണ് ആ കാര്യം എടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നോക്കിക്കാണുന്നത് എന്നുണ്ടെങ്കിലും പലപ്പോഴും പിന്നീടും ഫെയിലിയർ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, പരിചയപ്പെട്ടു, അവർ നിങ്ങൾ പ്രപ്പോസ് ചെയ്തു എന്ന് വിചാരിക്കുക. വ്യക്തമായ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്കൊരു റിജക്ഷൻ ആണ് അവിടെ നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു വാശിയായിട്ടാണ്, അല്ലെങ്കിൽ ഐ വിൽ ഷോ യു വാട്ട് ഐ ആം, അല്ലെങ്കിൽ ഹു ഐ ആം, അങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങൾ അത് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ
നിങ്ങൾ റോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയിലേക്ക് വീണ്ടും ചെന്ന് ചാടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ആ വ്യക്തിയുടെ മുമ്പിൽ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് വിജയിച്ച് കാണിക്കണം, അല്ലെങ്കിൽ എനിക്കും ഇങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ എനിക്കും ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് ഓക്കെ ആവും, അങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും എടുത്തു ചാടുന്നത് വീണ്ടും പല പ്രശ്നങ്ങളിലേക്കും അല്ലെങ്കിൽ വീണ്ടും ഒരു കുഴി ചാടുന്നത് പോലെയായിരിക്കും. അതുകൊണ്ട് തന്നെ റോങ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ വാശി പുറത്തൊക്കെ നമ്മൾ ഒരു റിജക്ഷൻ ഏറ്റെടുക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഫെയിൽ ആവാനുള്ള സാധ്യത കൂടുതലാണ്. നേരെ മറിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് ഫെയിൽ ആയത് എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ലിമിറ്റേഷനെ നമുക്ക് മറികടന്ന് നമുക്ക് കുറെ കൂടി ബെറ്റർ ആയിട്ട് ഇനി ആ റിജക്ഷൻ ഒന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളിലും ആക്സെപ്റ്റൻസ് ഉണ്ടാക്കാൻ നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ലൈഫിൽ റിജക്ഷൻ നേരിടുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഓർമ്മിക്കേണ്ട, അല്ലെങ്കിൽ റിജക്ഷൻ എന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ആക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യം മാത്രമാണ് എന്ന ആറ്റിറ്റ്യൂഡിൽ എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ലൈഫിൽ ഏതൊരു കാര്യത്തിലും റിജക്ഷൻ വരികയാണെങ്കിൽ നമുക്കതിനെ ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് റിജക്ഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത് കൊണ്ടാണെന്നുള്ളത് മനസ്സിൽ വെക്കുക. വീണ്ടും വളരെ ശക്തമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോയിന്റിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്